ഹായ്, തൈറോയിഡ് ഡേ ആണല്ലോ വരുന്നത് 2026. അപ്പോൾ നമുക്ക് തൈറോയിഡിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. സാധാരണ തൈറോയിഡിനുണ്ടാകുന്ന അസുഖങ്ങളെന്ന് പറയുന്നത് ഒരു നോൺ സ്പെസിഫിക് സിംറ്റംസ് ആയിട്ടാണ് വരിക. ഉദാഹരണത്തിന് അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ്, ക്ഷീണം, തളർച്ച, മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്, പിന്നെ കാലിൽ നീര് വരിക, വർക്കിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇതൊക്കെ കുറയുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളോട് കൂടിയാണ് യൂഷ്വലി തൈറോയിഡ് ഡിസീസസ് വരിക. നമ്മൾ മറ്റു പല രോഗങ്ങളുടെയും ലക്ഷണങ്ങളായിട്ട് തെറ്റിദ്ധരിച്ചേക്കാവുന്ന ഒരു തരത്തിലുള്ള ലക്ഷണങ്ങളാണല്ലോ ഇത്. അപ്പോൾ അഥവാ നിങ്ങൾക്ക് തൈറോയിഡിന് ഈ തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് തൈറോയിഡ് ഡിസീസ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുക. അതിന് സിംപ്ലി ഒരു TSH പിന്നെ ടോട്ടൽ T3 T4 ഈ 2 ടെസ്റ്റുകളും ചെയ്താൽ മതിയോ. ഇതാണ് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അഥവാ ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഡോക്ടറുടെ ഉപദേശത്തോടു കൂടി അടുത്ത തരത്തിലുള്ള ടെസ്റ്റുകൾ, അതായത് നെക്ക് അൾട്രാസൗണ്ടും പിന്നെ TPO ആൻറ്റിബോഡീസും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തൈറോയിഡ് ഡിസീസിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് വളരെ എളുപ്പത്തിൽ ചികിത്സിക്കാൻ പറ്റുന്ന അസുഖമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ തൈറോയിഡിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്.